നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും, അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും ആവശ്യമാണല്ലോ അത്, അല്ലേ? എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കാര്യം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? എങ്കിലൊരു മാർഗമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ചെറുതായിരിക്കും. നിങ്ങളൊരു സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം. കുറേ ആളുകളിലേക്ക് എത്താനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് ഞാൻ പറയാം. ചില പ്രത്യേകമായ ദിവസത്തിലാണ് ഇത് ചെയ്യേണ്ടത്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം ചെയ്യണം. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം. ഈ ദിവസങ്ങളിൽ എപ്പോഴാണ് ചെയ്യേണ്ടത്? രാവിലെയും വൈകുന്നേരവുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ദിവസം ഏത് സമയം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര തവണ ചെയ്യണം? 7 തവണ ചെയ്യണം. എല്ലാ ദിവസവും 7 തവണ ചെയ്യണം. നോക്കൂ, ഇത് പാരായണം ചെയ്യേണ്ടത് 7 തവണയാണ്. എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടല്ലോ. ഇനി എന്താണ് പാരായണം ചെയ്യേണ്ടത്? എന്നിട്ട് പാരായണം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം അത് പറയാം. പാരായണം ചെയ്യേണ്ടത് 2 ആയത്തുകളാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ 2 ആയത്തുകൾ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ കാണാം. ഇത് നിങ്ങൾ പാരായണം ചെയ്യണം, ഈ 2 ആയത്തുകളും. എന്നിട്ട് ഒന്നുകൂടി വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഷോർട്ടാക്കി പറഞ്ഞു തരാം. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം രാവിലെയും വൈകുന്നേരവും 7 തവണ വീതം ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യുക. ചെയ്തു കഴിഞ്ഞതിന് ശേഷം 2 കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ആവശ്യം പറയുക. റബ്ബേ, ഞങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നിന്റെ പ്രത്യേകമായ കാവൽ വേണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും ആയത്തിൻ്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് ദുആ സ്വീകരിച്ചാൽ തീർച്ചയായും നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് വലിയ കാവൽ കിട്ടും. അല്ലാഹു എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും.